നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആവേശമായി മോദി. മറൈൻ ഡ്രൈവിലെ ബിജെപിയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചു വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്രയും വലിയ സമ്മേളനം നടത്താൻ ശക്തമായ സംഘടനയ്ക്ക് കഴിയുകയുള്ളൂ. കേരളത്തിലെ പ്രവർത്തകർ ഏറെ പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. മോദിയുടെ രണ്ടാം വരവ് ഗംഭീരമാക്കി ബിജെപിക്കാർ. മറൈൻ ഡ്രൈവിലെ ബിജെപിയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചു വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യടി നേടി. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനാടി എന്ന് മലയാളത്തിൽ പറഞ്ഞാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. ഇത്രയും വലിയ സമ്മേളനം നടത്താൻ ശക്തമായ സംഘടനയ്ക്ക് കഴിയുള്ളൂ എന്നും കേരളത്തിലെ പ്രവർത്തകർ ഏറെ പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്നും മോദി പറഞ്ഞു. ബിജെപി പ്രവർത്തകരുടെ മികച്ച പ്രവർത്തനം തൃശൂർ സമ്മേളനത്തിൽ കണ്ടതാണ്. കൊച്ചിയിലെത്തിയപ്പോൾ മുതൽ റോഡിൽ ആയിരങ്ങളെയാണ് കണ്ടത്. അതിൽ നിറയെ സന്തോഷമുണ്ട്. ജനങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എല്ലാവരും അവരവരുടെ ബൂത്ത് തലത്തിൽ ശക്തമായി പ്രവർത്തിക്കണം. ബൂത്തുകൾ നേടിയാൽ സംസ്ഥാനം നേടാൻ കഴിയും. മോദിയുടെ ഗ്യാരണ്ടി താഴെ തട്ടിലെത്തിക്കണം. കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി നിരന്തര ബന്ധം പുലർത്തണം. കേരളത്തിലെ പ്രവർത്തകരിൽ വിശ്വാസമുണ്ട്. ജനങ്ങളുടെ വിശ്വാസം നേടുന്നതിൽ വിജയിക്കും. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. പാവങ്ങളുടെ ക്ഷേമത്തിനാണ് ബിജെപി പ്രാധാന്യം നൽകുന്നത്. കേന്ദ്ര സർക്കാരാണ് രാജ്യത്തെ മൊബൈൽ നിരക്കുകൾ കുറച്ചത്. അസ്ഥിരമായ സർക്കാരാണ് 10 വർഷം മുൻപ് ഭരിച്ചിരുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബന്ധമാണ് ഇപ്പോഴത്തേതെന്ന് മോദി പറഞ്ഞു. കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലെ ബിജെപി പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രൊഫസർ TJ ജോസഫും പങ്കെടുത്തു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഇരയായ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന TJ ജോസഫിനെ ബിജെപി നേതാക്കളാണ് യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചത്. പ്രൊഫസർ TJ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതനിരതയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് സംഘം വെട്ടിമാറ്റിയത്. 13 വർഷം മുൻപായിരുന്നു ദാരുണ സംഭവം ഉണ്ടായത്. കേസിൽ 1-ാം പ്രതി കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ അറസ്റ്റിലായത്. മറ്റ് പ്രതികൾ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇന്നലെ തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രമായ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി മീനൂട്ടടക്കമുള്ള വഴിപാടുകൾ നടത്തിയാണ് മടങ്ങിയത്. പ്രധാനമന്ത്രിയെ കാണാൻ രാവിലെ മുതൽ തന്നെ 100 കണക്കിന് ആളുകൾ ക്ഷേത്ര പരിസരത്തെത്തിയിരുന്നു. രാവിലെ 10:15 തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റും ക്ഷേത്രം തന്ത്രിയും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രി 1.25 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് വഴിപാട് പ്രധാനമന്ത്രി നടത്തി. അരിയും മലരും കൊണ്ടായിരുന്നു മീനൂട്ട്. 21 കുട്ടികളുടെ വേദാർച്ചനയും രാമായണ പാരായണവും അദ്ദേഹം ശ്രവിച്ചു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തിയത്. 11:30 പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ കാറിന്റെ ഡോർ തുറന്ന് ഫുഡ് സ്റ്റെപ്പിൽ എഴുന്നേറ്റ് നിന്ന് പുറത്ത് തടിച്ചുകൂടിയവരെ അഭിവാദ്യം ചെയ്തു. ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം മോദി തൃപ്രയാറിലെത്തിയത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്നലെ രാവിലെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത്. തുടർന്ന് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് ഗുരുവായൂരിലേക്ക് തിരിച്ചത്. 7:47 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ശേഷം മുണ്ടും വേഷ്ടിയും ഷാളും അണിഞ്ഞ് രാവിലെ 8 ഇലക്ട്രിക് വാഹനത്തിൽ ക്ഷേത്ര പരിസരത്തെത്തി. ക്ഷേത്രത്തിനകത്ത് 20 മിനിറ്റിലേറെ ദർശനം നടത്തി. തുടർന്ന് നറുനെയ്യ് നിവേദിച്ച് പ്രാർത്ഥന നടത്തി. വസ്ത്രം മാറിയ ശേഷം 8:45 കിഴക്കേ നടയിലെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തി. പുലർച്ചെ വിവാഹിതരായ വധൂവരന്മാർക്ക് പ്രധാനമന്ത്രി അക്ഷതം കൈമാറി. പ്രധാനമന്ത്രിയെ കാത്ത് വേദിക്കരികിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. താരങ്ങൾക്കരികിൽ എത്തി കുശലാന്വേഷണം നടത്തിയ ശേഷം വധൂവരന്മാരായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനും ശ്രേയസ് മോഹനും നരേന്ദ്രമോദി വരണമാല്യം എടുത്തു നൽകി. വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്രീവത്സത്തിലേക്ക് മടങ്ങി.